ഹായ് ഹലോ, നമുക്ക് ഒരു സംഭാരം ഉണ്ടാക്കിയാലോ? ഇപ്പോൾ ഉച്ച സമയമാണ് കേട്ടോ. ഇവിടെ കറണ്ട് ഇല്ല. ഇന്ന് എന്തോ വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു കറണ്ട് ഇല്ലയെന്ന്. അപ്പോൾ ഞാനൊരു സംഭാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുക്കളയിൽ കയറിയത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഇഞ്ചി, അതുപോലെ ചെറിയുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില എല്ലാം ഈ ഇടിക്കലിനകത്തിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചതച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള തൈര് ഏത് വേണമെങ്കിലും എടുക്കാം. കുറച്ച് പുളിയുള്ളതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പുളിയുള്ളത് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളിതാ തൈര് എടുത്തിട്ട്, കറണ്ടില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ നമുക്കിവിടെ കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ മിക്സി ജാറിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ആയേനെ. എന്തായാലും നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു മിക്സ്, അല്ലെങ്കിൽ എന്താ പറയുക, മുളകും അതുപോലെ ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ട് അതെല്ലാം കൂടി എടുത്ത് അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സംഭാരം കുടിക്കുക. അപ്പോൾ നമ്മുടെ സംഭാരം റെഡിയാണ് കേട്ടോ. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു തല കാണുന്നുണ്ടല്ലോ, ഇത് നമ്മൾ സച്ചു ഉച്ച സമയത്ത് ഉറങ്ങേണ്ട ഇതാണ്. പക്ഷേ അവന് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഫാൻ ഇല്ലെങ്കിൽ അവൻ ഉറങ്ങില്ല. ഇതിനിടയ്ക്ക് ഒരു മുളക് കിട്ടിയിട്ടുണ്ട് കലക്കിയപ്പോൾ, അത് ഞാൻ എടുത്തങ്ങ് മാറ്റിയിട്ടുണ്ട്. എന്തോ കുടിക്കുമ്പോൾ ചെറുതായിട്ട് മുളകിൻ്റെ ഒരു ടേസ്റ്റ് മതി, പക്ഷേ ഒരുപാടായ അതൊരു വലിയ വിഷമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മുളകിൻ്റെ കഷ്ണം അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. ഇനി അങ്ങോട്ട് കുടിക്കുക, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനിത് ആദ്യം കുടിക്കുന്ന സമയത്ത് എൻ്റെ തൊണ്ടയിൽ കറിവേപ്പില കുടുങ്ങിയിട്ടോ. അതാണ് കേട്ടോ കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ല, ഞാൻ എന്തോ തടഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ കുറച്ചും കൂടി എടുത്ത് കുടിച്ചപ്പോഴാണ് കേട്ടോ എൻ്റെ കണ്ണൊന്ന് തെളിഞ്ഞത്. കാരണം തൊണ്ടയിൽ അത് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് കാര്യമായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതെല്ലാം റെഡിയായി. അപ്പോൾ സംഭാരമൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇടയ്ക്കൊക്കെ നിങ്ങളും അതുണ്ടാക്കി കുടിക്കുക കേട്ടോ. അപ്പം ഞാൻ ബാക്കി നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുത്തിട്ട് ഇന്നത്തെ സമയം അങ്ങനെ കഴിഞ്ഞു പോയി.